ജോഷില, നിലവിൽ ഇപ്പോഴും കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അവിടെ തുടരുകയാണോ? നേരത്തെ ടി.പി. സിദ്ദീഖ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വ്യക്തമാക്കിയത് രാത്രി ഏറെ വൈകിയാണെങ്കിലും പ്രതികൂല സാഹചര്യം ഉണ്ടാകുന്നത് വരെ തെരച്ചിൽ തുടരുമെന്നാണ് അറിയിച്ചത്. ഇപ്പോൾ നിലവിൽ അവിടുത്തെ സ്ഥിതി എന്താണ്? ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അവിടെ മഴ പെയ്യുന്നൊരു സാഹചര്യമാണെന്നാണ്. അവന്തിക, മഴ പെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അതേസമയം തന്നെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെ റോഡിൽ കെട്ടിക്കിടക്കുന്ന മണ്ണ് മാറ്റുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ നിന്നും ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള റോഡാണിത്. ഇവിടെ പാലത്തിൽ നിന്നുള്ള എല്ലാ മണ്ണും മാറ്റിക്കഴിഞ്ഞു. അതേസമയം തന്നെ റോഡിലുള്ള മണ്ണ് മാറ്റിയാൽ മാത്രമേ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന അട്ടമല അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്ന ഈ വഴി ക്ലിയർ ആവുകയുള്ളൂ. അത് ക്ലിയർ ആയാൽ മാത്രമേ ഇന്ന് രാത്രി എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ വലിയ ബുദ്ധിമുട്ടായി മാറും. അത് സാധാരണ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് നീങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായാൽ അത് ഈ പ്രവർത്തനം നടത്തുന്ന ആളുകളെ പോലും ബാധിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യം വന്നാൽ ഈ പ്രവർത്തനം നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. അതുതന്നെയാണ് മന്ത്രിമാരുടെ അവലോകന യോഗത്തിലും തീരുമാനമായിരിക്കുന്നത്. അതേസമയം തന്നെ മരണപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടു. ചന്ദ്രപാൻ, ബികാഷ് കുമാർ, അൻമോൾ എന്നിവരാണ് മരണപ്പെട്ടവർ. വിക്രം റാണ, മുഹമ്മദ് ഇബ്രാൻ, രാകേഷ്, അസറുദ്ദീൻ അൻസാരി, രാഹുൽ എന്നിവരാണ് കാണാതായിട്ടുള്ളവർ. ഇവർക്കുള്ള തിരച്ചിലാണ് തുടരേണ്ടത്. എന്നാൽ തൽക്കാലത്തേക്ക് തിരച്ചിൽ നിർത്തിവെച്ച് ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിലേക്കുള്ള വഴി സുഗമമാക്കുക, അല്ലെങ്കിൽ റോഡ് മാർഗം സുഗമമാക്കുക എന്നുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിവരുന്നത്. അവന്തിക, അതായത് ജോഷില, ഏറെ വൈകിയാണെങ്കിലും നേരത്തെ മന്ത്രി ടി സിദ്ദീഖ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് നാളെ വൈകിട്ടോടുകൂടി രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുമെന്നാണ്. അതായത് ഇനി ഏറെ വൈകിയാണെങ്കിലും ഈ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ലേ? തീർച്ചയായും രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം മഴ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ കുറച്ച് സമയം മഴ പിന്നോട്ട് പോയിരുന്നു, എന്നാൽ ഇപ്പോൾ മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, പൊതുവെ മണ്ണിടിച്ചിലുണ്ടായ ഒരു പ്രദേശത്ത് ഈ രീതിയിൽ ഒരു മണ്ണ് മാറ്റുന്ന പ്രക്രിയ നടത്തുക എന്ന് പറയുന്നത് വലിയ ദുർഘടം പിടിച്ച ഒരു പ്രവർത്തനമാണ്. ആ ഒരു പ്രവർത്തനം മറ്റുള്ളവരുടെ ജീവനെ കൂടി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ ഈ വഴി സുഗമമാക്കുക എന്നുള്ള രീതിയിലേക്ക് കാലാവസ്ഥ നേരെയായാൽ മാത്രമേ ഈ ഒരു രീതിയിൽ പ്രവർത്തനം നടത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ കാലാവസ്ഥ ദുർഘടമാകുന്ന അവസ്ഥയിൽ ഈ പ്രവർത്തനം നിർത്തിവെക്കാനുള്ള സാധ്യതയുണ്ട്. ജോഷില, ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 400 ചതുരശ്ര അടിയിൽ വിസ്തൃതി മണ്ണൊക്കെ വീണ് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ മണ്ണും ചെളിയും ഒക്കെ ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കിടക്കുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം വലിയ ദുഷ്കരമാണ്. പക്ഷേ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം 2 ദിവസമായി ഈ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ അതിശക്തമായ മഴയാണ്. യാതൊരുവിധ മുന്നറിയിപ്പോ അല്ലെങ്കിൽ വേണ്ട സുരക്ഷാ നടപടികളോ ക്രമീകരണങ്ങളോ ഒന്നും എടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇത് ഈ കരാറുകാരുടെ മേൽ പഴിചാരി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തീർച്ചയായും നമ്മൾ നേരത്തെ ഒക്കെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ വെച്ച് വിലയിരുത്തുമ്പോൾ മന്ത്രിമാരുടെ അവലോകനമടക്കം നടക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു ഈ ഒരു വയനാടിൻ്റെ കാലാവസ്ഥ വെച്ച് മുൻകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നുള്ള കാര്യം കൂടി ചർച്ചയായി വരികയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതൊരു വലിയ ചർച്ചയായി മാറുകയാണ്. കാരണം നേരത്തെ തന്നെ കഴിഞ്ഞ 12 ദിവസം മുൻപ് തന്നെ അവലോകന യോഗം നടത്തിയ സമയത്ത് ഇവിടെ നിന്ന് മണ്ണ് മാറ്റണം എന്നുള്ള ഒരു തീരുമാനം വന്നിരുന്നു. എന്നാൽ ആ തീരുമാനം നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ, സർക്കാരിന് ഇതിൽ എത്രമാത്രം ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളായി മാറിയിട്ടുണ്ട്. കാരണം ഇവിടെ നിന്നും നേരത്തെ കൂട്ടിയിട്ട മണ്ണ് മാറ്റാൻ സാധിച്ചിട്ടില്ല. അത് വളരെ പ്രായോഗികമായി നടത്താൻ, അല്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി അത് മാറ്റാനോ വയനാടിൻ്റെ ഒരു കാലാവസ്ഥ വെച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ തന്നെ നടത്താനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ ഉണ്ടായിരുന്ന പ്രകൃതി ദുരന്തങ്ങളെല്ലാം തന്നെ, വയനാട്ടിലുണ്ടായിരുന്ന പ്രകൃതി ദുരന്തങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും ഇത്തരത്തിലൊരു ദുരന്തം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായത് കഴിഞ്ഞ തവണ.
അതേപോലെ തന്നെയാണ് പുത്തുമല ദുരന്തം നമ്മൾ മുന്നിൽ കണ്ടത്. ഈ ഒരു സാഹചര്യം വെച്ച് പോലും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു പ്രശ്നം മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സർക്കാരിനായോ എന്നുള്ള കാര്യം കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ മണ്ണ് കൂട്ടിയിട്ട് ഒരു സാഹചര്യത്തിൽ മണ്ണ് മാറ്റണം എന്നുള്ള വിദഗ്ധമായ നിർദ്ദേശം വന്ന സാഹചര്യത്തിൽ അത് കൃത്യമായി കമ്പനി നടപ്പിലാക്കുന്നുണ്ടോ, കരാർ കമ്പനി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ പോലും സാധിക്കാത്ത ഒരു ഭരണകൂടം, അത് വിളിച്ചു വരുത്തി വിനയല്ലേ ഈ ഒരു ദുരന്തം എന്നുള്ളത്. 3 പേരുടെ ജീവൻ പൊലിഞ്ഞ ഒരു അവസ്ഥയിലേക്കും മറ്റുള്ളവരെ കാണാതായ അവസ്ഥയിലേക്കും ഒരു ദുരന്തം വിളിച്ചു വരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് കൃത്യമായി ഈ മോണിറ്റർ ചെയ്യാത്തത് കൊണ്ടല്ലേ എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ഇതൊക്കെ തന്നെ വലിയ ചർച്ചയായി മാറുകയാണ്. പ്രത്യേകിച്ച് ഇവിടെയുള്ള ജനങ്ങളിൽ തന്നെ ഇതൊരു വലിയ ചർച്ചയായി മാറുന്നുണ്ട്. മാത്രമല്ല യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ പോലും കഴിഞ്ഞ ഒരാഴ്ചയായി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മേപ്പാടി, കള്ളാടി ഭാഗങ്ങളിൽ ഈ മഴ കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി ഒരു മഴ ഇടവിട്ട് പെയ്യുക എന്ന അവസ്ഥയല്ല, തുടർച്ചയായി മഴ പെയ്യുന്ന അവസ്ഥയായിരുന്നു കള്ളാടിയിലും മേപ്പാടിയിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും അടിസ്ഥാനപരമായ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭരണകൂടത്തിന് ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചുള്ളത്. അത് തന്നെയാണ് ഇത്തരമൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചതും എന്നുള്ളത് നമുക്കിവിടെ നിന്നാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്, ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്ന കാര്യമാണ്. മലയിടിച്ചിലുണ്ടായ സമയത്ത് തന്നെ ഈ മണ്ണിടിച്ചിലും ഒരുമിച്ചുണ്ടാകുന്നു. ഇവിടെ കൂട്ടിയിട്ട മണ്ണും മലയിടിച്ചിലും കൂടി ഒരുമിച്ച് വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു ദുരന്തം. 18 തൊഴിലാളികൾ മിസ്സിംഗ് ആണെന്ന് പറയുന്നു, 10 പേരെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിൽ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും 5 പേരെ കണ്ടെത്താനുണ്ട്. ആ ഒരു രീതിയിലേക്കുള്ള ഒരു വലിയ ദുരന്തത്തെ കൂടി വയനാടിന് അഭിമുഖീകരിക്കേണ്ടി വന്നത് മുൻകൂട്ടി ദുരന്തം കാണാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനുള്ള അത് നീക്കാനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാത്തത് കൊണ്ടാണ് എന്നുള്ള വലിയ വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട്. അവന്തിക.